പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ ബ്ലോക്ക് ആറിലെ 3ാമത്തെ യൂണിറ്റിലെ ഷോർട്ട് നോട്ട്സുകളെ കുറിച്ചാണ്. ഈ ടെസ്റ്റിൻ്റെ മുഴുവൻ നോട്ട്സ് ലഭിക്കുന്നതിന് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഒന്നാമത്തെ മീനിങ് ഓഫ് ഡെവലപ്മെൻറ്റ്സ്, വികസനം എന്ന ആശയം. വികസനം എന്നത് വളരെ വിശാലവും ബഹുമുഖമായ ഒരു ആശയമാണ്. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഇത് പ്രധാനമായും സാമ്പത്തിക വളർച്ചയും ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണവുമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥ വികസനം എന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അസമത്വങ്ങൾ കുറയ്ക്കൽ, അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവ ഉറപ്പാക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ആസൂത്രിത വികസനത്തിൻ്റെ ലക്ഷ്യങ്ങൾ. പഞ്ചസാര പദ്ധതികളിലൂടെ ഇന്ത്യയുടെ ആസൂത്രിത വികസന മാതൃകയ്ക്ക് പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വളർച്ച, രാജ്യത്തിൻ്റെ ഉൽപ്പാദനശേഷിയും ദേശീയ വരുമാനവും വർദ്ധിപ്പിക്കുക. 2, ആധുനികവൽക്കരണം, കൃഷിയിലും വ്യവസായത്തിലും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയും സമൂഹത്തിൽ ശാസ്ത്രീയ അവബോധം വളർത്തുകയും ചെയ്യുക. 3, സ്വയം പര്യാപ്തത, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രയത്വം ഒഴിവാക്കുക. 4, തുല്യത, സാമ്പത്തിക വളർച്ചയുടെ ഗുണങ്ങൾ പാവപ്പെട്ടവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും എത്തുന്നുണ്ടെന്നും സാമ്പത്തിക അസമത്വം കുറയുന്നുണ്ടെന്നും ഉറപ്പാക്കുക. ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, കേരള മോഡൽ വികസനം. ആഗോള ശ്രദ്ധ നേടിയ ഒരു സവിശേഷ വികസന ആശയമാണ് കേരള മോഡൽ. വ്യവസായ സാമ്പത്തിക വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, വ്യവസായങ്ങളോ ഇല്ലാതെ തന്നെ ഉയർന്ന സാക്ഷരത, കൂടിയ ആയുർദൈർഘ്യം, കുറഞ്ഞ ശിശുമരണ നിരക്ക് തുടങ്ങി മികച്ച മാനവ വികസന സൂചികകൾ കേരളം കൈവരിച്ചു. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, ശക്തമായ പൊതുവിതരണ സമ്പ്രദായം, റേഷൻ സംവിധാനം, പുരോഗമനപരമായ ഭൂപരിഷ്കരണം എന്നിവയ്ക്കാണ് ഇതിൽ ഊന്നൽ നൽകിയത്. അടുത്ത ഷിഫ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്സ്, മാനവീയ വികസനത്തിലേക്കുള്ള മാറ്റം. ദശാബ്ദങ്ങൾ കഴിയുന്തോറും വികസനം എന്ന ആഗോള ആശയം വെറും സാമ്പത്തിക വളർച്ച എന്നതിൽ നിന്ന് മാനവ വികസനം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്നതിലേക്ക് മാറി. അമർത്യ സെന്നെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ മനുഷ്യൻ്റെ കഴിവുകളും സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുകളും വർദ്ധിപ്പിക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് വാദിച്ചു. ഈ ചിന്താഗതി ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രൂപീകരണത്തിലേക്ക് നയിച്ചു. ആരോഗ്യവും ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, അറിവ് നേടാനുള്ള സൗകര്യം, ജീവിത നിലവാരം, വരുമാനം എന്നിവ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് വികസനം അളക്കുന്നത്. അടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വികസനം. ഇന്നത്തെ ഏറ്റവും ആധുനികവും സുപ്രധാനവുമായ വികസന ആശയം സുസ്ഥിര വികസനമാണ്. പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്യാതെയോ പരിസ്ഥിതിയെ നശിപ്പിക്കാതെയോ സാമ്പത്തിക വളർച്ചയും മനുഷ്യൻ്റെ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനെയാണിത് അർത്ഥമാക്കുന്നത്. വരും തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവരുടെ കഴിവിനെ ഇല്ലാതാക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള വികസനമാണിത്. സാമ്പത്തിക പുരോഗതിയും പരിസ്ഥിതി സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയുമാണ് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.